ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സയാണ്. മൈദ വേണ്ട, ഓവൻ വേണ്ട, എങ്ങനെ എളുപ്പത്തിൽ ഒരു പിസ്സ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ആവശ്യം ബ്രെഡാണ്. 4 വശവും കട്ട് ചെയ്ത് മാറ്റി 8 ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പാൻ സൈസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബേസായിട്ട് ബ്രെഡാണ്. ഇവിടെ ടോപ്പിംഗ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചിക്കൻ സോസേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷ്രെഡഡ് ചിക്കനോ മഷ്റൂമോ എന്ത് ടോപ്പിംഗ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി സോസേജ് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് സോസേജ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി വേണ്ടത് 3 മുട്ടയാണ്. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഈ ബൗളിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ഗ്ലാസ് പാല്, ഇത്രയും സാധനം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇടുക. ചൂടാകുമ്പം ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് പാനിലേക്ക് വെക്കുക. ഇനി എല്ലാ ബ്രെഡും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ബാക്കി ഗ്യാപ്പിലെല്ലാം ബ്രെഡ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബേസിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി കുക്കായതിന് ശേഷം പിസ്സ ബേസ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മറിച്ചിടാവുന്നതാണ്, വീഡിയോയിലുള്ളതുപോലെ. ഇനി പിസ്സ സോസിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസിലേക്ക് 1 സ്പൂൺ ഒറിഗാനോ ഇട്ടിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ബേസിൻ്റെ മേലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ടൊമാറ്റോ സോസിൽ ഒറിഗാനോ മിക്സ് ചെയ്താലും മതി. ഇനി ഞാൻ ചീസ് സ്ലൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും മൊസറല്ല ചീസാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെഡാർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ടോപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ടോപ്പിംഗ്സ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, സോസേജ് എല്ലാം ഇട്ട് കൊടുക്കുക. മുന്നേ പറഞ്ഞ പോലെ ഏത് ടോപ്പിംഗ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ളത് ഒലീവ്സോ ഹാലപ്പീനോസോ എല്ലാം എൻ്റെ കയ്യിലുള്ള ടോപ്പിംഗ്സാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഒരു ലെയർ ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള സോസേജും കൂടി ഇടുക. ഇനി അടച്ചു വെച്ചിട്ട് ചീസ് മെൽറ്റ് ആവുന്നവരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം പിസ്സ നമുക്ക് കട്ട് ചെയ്തിട്ട് നല്ല ചൂടോടെ കൂടെ സെർവ് ചെയ്യാം. ഒറിഗാനോയും ചില്ലി ഫ്ലേക്സൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.